നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. മുംബൈയിൽ 2.5 വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ കുട്ടിയുടെ അമ്മയും കാമുകനും അറസ്റ്റിൽ. അമ്മയുടെ മുന്നിൽ വെച്ചാണ് 2.5 വയസ്സുകാരിയെ ആൺസുഹൃത്ത് ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയത്. മുംബൈ മാൽവാനിയിലാണ് അതിക്രൂരമായ ഈ സംഭവം നടന്നത്. സംഭവത്തിൽ 30 വയസ്സുകാരിയായ അമ്മയെയും 19 വയസ്സുകാരനായ ഇവരുടെ കാമുകനെയുമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. 3 വർഷം മുൻപ് ഭർത്താവുമായി പിരിഞ്ഞ സ്ത്രീ മാതാവിനോടൊപ്പമായിരുന്നു താമസിച്ചിരുന്നത്. ഭർത്താവുമായി പിരിയുന്ന സമയത്ത് ഗർഭിണിയായിരുന്ന സ്ത്രീ മാസങ്ങൾക്ക് ശേഷം കുഞ്ഞിന് ജന്മം നൽകി. ഇതിനിടെ 19കാരനുമായി പ്രണയത്തിലാവുകയും ചെയ്തു. കഴിഞ്ഞ 18-ാം തീയതിയാണ് ക്രൂരമായ കൊലപാതകം അരങ്ങേറിയത്. സ്ത്രീയുടെ മാതാവ് പുറത്തുപോയ സമയത്ത് ആൺസുഹൃത്ത് വീട്ടിലെത്തി. ഈ സമയം കുട്ടി ഉറങ്ങുകയായിരുന്നു. ഇവരുടെ ശബ്ദം കേട്ട് കുട്ടി ഉണരുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് കൊടും ക്രൂരത നടന്നത്. അമ്മയുടെ സാന്നിധ്യത്തിൽ ആൺസുഹൃത്ത് കുഞ്ഞിനെ ബലാത്സംഗം ചെയ്ത ശേഷം തലയിണ ഉപയോഗിച്ച് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. കൊലപാതകത്തിന് പിന്നാലെ അമ്മ കുട്ടിയുമായി ആശുപത്രിയിലും ചെന്നു. ചുഴലി ബാധിച്ച് മകൾ മരിച്ചെന്നായിരുന്നു ഇവർ ആശുപത്രി അധികൃതരോട് പറഞ്ഞത്. എന്നാൽ ഡോക്ടർമാരുടെ പരിശോധനയിൽ കുട്ടി മരിച്ചത് ശ്വാസം മുട്ടിയാണെന്നും ലൈംഗിക അതിക്രമത്തിന് ഇരയായിട്ടുണ്ടെന്നും വ്യക്തമായി. ഇതോടെ ആശുപത്രി അധികൃതർ പോലീസിനെ വിവരമറിയിച്ചു. തുടർന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെയാണ് പ്രതികൾ കുറ്റം സമ്മതിച്ചത്. അമ്മയുടെ കൺമുന്നിൽ വെച്ചാണ് 19കാരൻ കുഞ്ഞിനെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയതെന്നും കൺമുന്നിൽ മകളോട് ഇത്രയധികം ക്രൂരത കാട്ടിയിട്ടും അമ്മ ഇത് തടഞ്ഞില്ലെന്നും പോലീസ് വ്യക്തമാക്കി. പിന്നീട് മരണം സംബന്ധിച്ച് ആശുപത്രി അധികൃതരെയും പോലീസിനെയും തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങളും യുവതിയുടെ ഭാഗത്തു നിന്നുണ്ടായെന്ന് പോലീസ് വ്യക്തമാക്കി.